സർ, തമിഴ്നാട് വിധി എഴുതിയിരിക്കുകയാണ്. പക്ഷെ ബംഗാൾ പോലെ അത്രയും ആ ഒരു ലെവലിലേക്ക് പോളിംഗ് വന്നിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു ശക്തമായിട്ടുള്ള ഒരു പോളിംഗ് അവിടെ നടന്നിട്ടുണ്ട്, തമിഴ്നാട്ടിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റാലിന് തന്നെയായിരിക്കും തുടർ ഭരണം, അതോ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമോ? എൻ്റെ തോട്ടത്തിൽ എൻ്റെ ഒരു ആലോചനയിൽ ഞാനിപ്പോൾ വളരെ ആഴത്തിലേക്ക് പോയിട്ടില്ലെങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നത് സ്റ്റാലിന് തന്നെയായിരിക്കും തുടർ ഭരണം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നമ്മുടെ അടുത്ത് അയൺ ചെയ്യുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് പോയിരുന്നു. പിന്നെ അത് കൂടാതെ ഞാൻ ഏതാണ്ട് ഒരു 1.5 ആഴ്ചയോളം ഞാൻ എല്ലാ സ്ഥലത്തും തന്നെ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ ഒരാഴ്ച 2-3 ആഴ്ചകൾക്ക് മുമ്പ് പോയതാണ്, സന്ദർശിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്തേക്ക്. അപ്പോൾ അന്നേരം തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ ഒരു ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ട്. പക്ഷെ ആ വികാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതിലൊരു 10-30% വോട്ടുകൾ AIADMK നേടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം എടപ്പാടി പളനിസ്വാമി ബാക്കിയുള്ള ആളുകളെയൊക്കെ തന്നെ എക്സ്പെൻഡ് ചെയ്തുകൊണ്ട്, അതായത് പാർട്ടിയിൽ നിന്ന് പുറത്തായിക്കൊണ്ട് ഏതാണ്ട് പാർട്ടി പിടിച്ചെടുക്കിയിട്ടുണ്ട്. അവർക്ക് ഒരു വോട്ട് ബേസും ഒക്കെ തന്നെ അവിടെ ഉണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടുകൾ ഭിന്നിച്ചു പോകാനുള്ള സാധ്യത വളരെ വളരെ അത് വിജയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. വിജയ് ഒരു 18-23% വരെ വോട്ട് പിടിച്ചാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും അത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ DMK ജയിക്കും. പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയുന്നത് അപ്പൊ DMKയുടെ ജയം കുറച്ചുകൂടി അനായാസമാകും എന്ന് പറഞ്ഞാൽ DMKയെ സംബന്ധിച്ചോളം ആ ഒരു ഈ പറയുന്ന സ്പ്ലിറ്റ് ചെയ്ത് വോട്ടുകൾ പോകുമ്പോൾ അവരുടെ നിരവധി സ്ഥാനാർത്ഥികൾക്ക് അതിലൂടെ ജയിച്ചു പോകാനുള്ള ഒരു അവസരവും കൂടി ഒരുങ്ങും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം സ്റ്റാലിന്റെ ഇത്തവണത്തെ സ്ട്രാറ്റജികളിൽ സ്റ്റാലിൻ വലുതായിട്ടൊന്നും വിജയിനെ അങ്ങോട്ട് ആക്രമിച്ചിട്ടില്ല. ഏതോ മന്ത്രിമാരൊക്കെ 2-3 പേര് പറഞ്ഞു എന്നുള്ളതല്ലാതെ ആക്രമിച്ചിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ സ്റ്റാലിന്റെ ഒരു സാന്നിധ്യം ഗുണം ചെയ്യുന്നത് DMKക്കാണ് ഏറ്റവും അധികം, അല്ലെ? വിജയുടെ സാന്നിധ്യം ഗുണം ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത്തവണ ഉറപ്പായിട്ടും അത് DMKക്കാണ്. പക്ഷേ DMKക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് 2031 അവിടെ വിജയ് അധികാരത്തിൽ വന്നാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. വിജയുടെ ഏറ്റവും വലിയ പ്രശ്നം വിജയുടെ പാർട്ടിക്ക് ഇപ്പോഴും ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതൊരു ഇപ്പോഴും പൊളിറ്റിക്കൽ രാഷ്ട്രീയ പാർട്ടിയായി അതൊരു രസികർ മണ്ഡലമായിട്ട് മാത്രം നിൽക്കുന്നു എന്നുള്ളതാണ്. അല്ല, അത് നിലനിന്ന് പോകണമെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തെ അഡ്വൈസ് ചെയ്യാനൊക്കെ നിരവധി ആളുകളുണ്ട്, എനിക്ക് അറിയാവുന്ന ആളുകളാണ്. അവർ വലിയ സ്ട്രാറ്റജിയൊക്കെ അഡ്വൈസ് ചെയ്യുകയും ഈവൻ പ്രസംഗമൊക്കെ എഴുതി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പ്രസംഗമൊക്കെ താങ്കൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. ചില ആംഗിളുകളിൽ നിന്ന് പ്രസംഗം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കയ്യിൽ പേപ്പർ വയ്ക്കുന്നുണ്ട്. ആ പേപ്പറിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ മുകളിലേക്ക് നോക്കൂ എന്നിട്ട് ഉച്ചത്തിൽ വിളിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ 2 പ്രസംഗവും വളരെ കൃത്യമായി കേൾക്കുകയും അത് ജനത്തിനോട് ഇവിടെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ ആ പ്രസംഗത്തിൽ എന്താണ് സംഭവിച്ചത്. ആ പ്രസംഗം വളരെ ഗംഭീരമാണ്. അതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ആ പ്രസംഗത്തിൽ അയാൾ പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ എതിരാളി എന്ന് പറയുന്നത് DMK ആണ്, പക്ഷേ എൻ്റെ ഐഡിയോളജിക്കൽ എതിരാളി എന്ന് പറയുന്നത് BJP എന്നാണ്. ആ ഒരു സ്റ്റാൻഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സ്റ്റാൻഡിന് അവിടെ വലിയ വോട്ട് ബേസ് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അതേസമയം AIADMK സംബന്ധിച്ചൊരു വലിയ പരാധീനത ഉണ്ട്. ആ പരാധീനത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ BJPയെയും അതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വത്തിനെതിരെ വലിയ തോതിലുള്ള ഒരു പെർസെപ്ഷൻ ബിൽഡ് ചെയ്യാനായിട്ട്, ഒരു പ്രതിച്ഛായ നിർമ്മാണം നടത്താനായിട്ട് DMK സ്റ്റാലിന് കഴിഞ്ഞിട്ടുണ്ട്. കാരണം അതൊരു ദ്രവീഡിയൻ കൾച്ചറിനെതിരെ അറ്റാക്ക് നടത്താൻ, അധിനിവേശം നടത്താൻ വരുന്നവരാണ് എന്ന് പറയുന്ന ഒരു തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ തന്ത്രം തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വലിയ തോതിൽ വിജയിച്ചത്. ഇത്തവണയും അത് തന്നെ നിൽക്കുന്നു. അപ്പൊ അവരുടെ ഒരു B ടീമായിട്ട് AIADMK നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ഫീലിംഗ് BJPയുടെ B ടീമായിട്ട്. എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇവിടെ AIADMK വലിയ കക്ഷിയാണ്, പക്ഷേ AIADMKയുടെ ഇപ്പൊ പളനിസ്വാമി അടക്കമുള്ള ആളുകൾ ഡൽഹി പോയിട്ടാണ് ചർച്ച നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ അവർ ഇങ്ങോട്ട് വന്നിട്ടല്ല. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പിന്നെ അണ്ണാമല ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ട്. അല്ല, അതിനുശേഷം വന്നിട്ടുള്ള BJPയുടെ പ്രസിഡന്റ് ഒന്നും അതേപോലൊന്നും വർക്ക് ചെയ്യുന്നില്ല. അണ്ണാമലയുടെ കുറച്ച് ഓവർ ഷോയൊക്കെ ഉണ്ടായിരുന്നു, മേത്ത് ചാട്ടവാറടിക്കുന്ന വേഷക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തമിഴ്നാട്ടിൽ കുറച്ച് ഗുണം ചെയ്യും. കാരണം ഒരു അഗ്രസീവ് ആയിട്ടുള്ള നേച്ചർ, മറ്റേ വിക്കിലീക്സ് ഒക്കെ പോലെയുള്ള മറ്റേ അഴിമതിയുടെ ഫയൽസ് പുറത്തു വിടുന്നു. 30,000 കോടി രൂപയുടെ അഴിമതി DMK ഗവൺമെന്റിൽ എന്ത് ചെയ്യുന്നു ഉണ്ടെന്ന് പറയുന്നു. മാസങ്ങളോളം തന്നെ 30,000 കോടി രൂപയുടെ അഴിമതി. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം പുറത്തു വിട്ടിരുന്നു. അതവിടെ BJP എന്ന് പറയുന്ന ഒരു ആളുകൾക്ക് ഒരു ചലനം ഉണ്ടാക്കാനൊക്കെ സഹായിച്ചിരുന്നു. പക്ഷെ എങ്കിൽ പോലും ഒരു 10-11% വോട്ടുകളിലേക്ക് അവർ കഴിഞ്ഞവണ എത്തിയുള്ളൂ. അപ്പൊ അതിൽ നിന്ന് പിന്നീട് മാറ്റിയിട്ടുള്ള BJP പ്രസിഡന്റ് ഒന്നും അത്ര എഫക്റ്റീവ് അല്ല. അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തോ 10-13 മണ്ഡലങ്ങളിൽ സെക്കൻഡ് വരാൻ BJP അല്ല, അതാ പറഞ്ഞ 11% വോട്ട് പിടിച്ചു. അപ്പൊ അത് സെക്കൻഡ് ഒക്കെ വരാൻ പറ്റും. ഇപ്പൊ കോയമ്പത്തൂർ മത്സരിച്ചു, അങ്ങനെ പല സ്ഥലങ്ങളിൽ സെക്കൻഡ് വരാൻ പറ്റും. പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോഴുള്ള BJP പ്രസിഡന്റ് പലപ്പോഴും അബദ്ധങ്ങളൊക്കെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വിജയ് മറ്റേ പുള്ളിക്കാരിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നെ കണ്ടു എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്.
പറയുന്നത്, പറഞ്ഞിട്ടുള്ള കമന്റുകൾ വൈകാരികമായിട്ടുള്ള കമന്റ് പറയുകയും അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ അത് പിൻവലിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അതൊന്നും കൊണ്ടിട്ട് അത്ര വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ആ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ വലിയ തോതിൽ അഴിമതി നടക്കുന്നുണ്ട്, അതിലൊന്നും ഒരു സംശയമില്ല. ഇപ്പൊ G2 റിയാലിറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പാലക്കാട് കഴിഞ്ഞ് കോയമ്പത്തൂർക്ക് പോകുമ്പോൾ തന്നെ ഒരു വലിയ ബോർഡ് കാണാം, വലിയൊരു പ്രദേശമൊക്കെ കാണാം. ആ G2 റിയാലിറ്റേഴ്സ് ഒക്കെ എങ്ങനെയാണ് അഴിമതി നടത്തുന്നതിനെ കുറിച്ച് ഞാൻ വിശദമായി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ. പഠിപ്പിക്കേണ്ട അവര് വലിയ ശരിക്കും പറഞ്ഞാൽ ഒരുപക്ഷെ കരുണാനിധിയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളോ ഒക്കെ ചെയ്ത അഴിമതികളെക്കാൾ അല്ലെങ്കിൽ ജയലളിതയ്ക്കുള്ള അഴിമതികളെക്കാൾ സമാനതകളില്ലാത്ത അഴിമതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാലം മാറി. അപ്പോൾ വലിയ തോതിലുള്ള പണമാണ് അവിടെ എന്ത് ചെയ്യുന്നത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അറ്റ് ദ സെയിം ടൈം സ്റ്റാലിൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ നേരത്തെ ഐപാക്കിന്റെ ആളുകൾ അഡ്വൈസ് ചെയ്തിരുന്ന പോലെ, പ്രശാന്ത് കിഷോർക്ക് അഡ്വൈസ് ചെയ്ത പോലെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മുഖ്യമന്ത്രി എന്ന് പറയുന്നത് വളരെ ജനകീയനാണ്. സ്റ്റാലിൻ യഥാർത്ഥത്തിൽ നിങ്ങൾക്കറിയേണ്ടത് ഇപ്പൊ ചെന്നൈയുടെ ഒക്കെ മേയർ ആയിരുന്ന സമയത്തുള്ള ഒരു സ്റ്റാലിൻ എന്ന് പറയുന്നത് വേറൊരു മനുഷ്യനായിരുന്നു. എന്ന് പറഞ്ഞാൽ വലിയ ആരോപണങ്ങൾ ഉണ്ടാവുകയും പല പരാതികൾ വരികയൊക്കെ ചെയ്ത വളരെ മോശപ്പെട്ട പല പരാതികളൊക്കെ വന്നിട്ടുള്ള ഒരാളാണ്. പക്ഷെ അതിനുശേഷം സ്റ്റാലിൻ എൻറ്റയർലി മാറുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാരണം ഇപ്പൊ സ്റ്റാലിനെ നിങ്ങൾ നേരിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാലിനെ ഫോണിൽ കിട്ടാവുന്ന ലെവലിലേക്ക്, അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രശ്നം പറഞ്ഞ് വിളിക്കാവുന്ന കോൾ സെന്ററുകൾ പണിയുന്നു. അതുപോലെ ജനങ്ങളുടെ അടുത്ത് വലിയ സൗഹൃദം സ്ഥാപിക്കുന്നു, കടകളിൽ ചെല്ലുന്നു, അവരോട് ഭക്ഷണം കഴിക്കുന്നു, അവരോട് സംസാരിക്കുന്നു എന്നുള്ള ലെവലിലാണ്. ഈ താങ്കൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേരളത്തിൽ വന്നിരുന്നു അദ്ദേഹം വൈക്കത്ത്, മറ്റേ തന്തൈ പെരിയോരുടെ മറ്റേ പ്രതിമ ഇതുമായി ബന്ധപ്പെട്ട്. ആ വൈക്കത്ത് പോയപ്പോൾ അദ്ദേഹം ഇവിടത്തെ ഉള്ള ഒരു ഷോപ്പിൽ കയറിയാണ്. ഒരു അതിന്റെ പേര് ഞാൻ പറഞ്ഞു, ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് നമ്മുടെ ഈ പുതിയാവ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ. ആ പുതിയാവ് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ ആ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചത്. എന്നിട്ട് അവർക്ക് എല്ലാവർക്കും അദ്ദേഹം നന്ദി പറയുകയും വലിയ പണം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടാണ് എന്ത് ചെയ്ത് പോയത്. അപ്പൊ സത്യത്തില് അത്തരത്തിലുള്ള ഒരു കോൺടാക്റ്റും അത്തരത്തിലുള്ള ഒരു കണക്ഷനും കഴിഞ്ഞ 5 കൊല്ലത്തെ ഭരണം കൊണ്ട് വളരെ ജനകീയനാണെന്ന് പറയും തോന്നൽ. ഇവിടെ നമുക്ക് കോവിഡിന് മരുന്നിന് മറ്റേ ചികിത്സ ഉണ്ടായിരുന്നപ്പോൾ അവിടെ കോവിഡ് മുഴുവൻ ഫ്രീ ആയിരുന്നു, കൂടാതെ അങ്ങോട്ട് പണം കൊടുത്തിരുന്നു. ഇപ്പൊ ഏറ്റവും ഒടുവിൽ പോലും ഏതാണ്ട് 3500 രൂപ എല്ലാവരുടെ അക്കൗണ്ടുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ വളരെ ഈ വെൽഫെയർ പൊളിറ്റിക്സിന്റെ ആളായി സ്റ്റാലിൻ മാറിയിരുന്നു. അതിന്റെ അഡ്വാൻറ്റേജ് സ്റ്റാലിന് കിട്ടും. അതുകൊണ്ട് സ്റ്റാലിന് വലിയ ദോഷമൊന്നും അവിടെ സംഭവിക്കാനില്ല എന്നാണ്. മാത്രമല്ല BJPയും AIDMKയും ഉയർത്തുന്നത് ഇവർ ഹിന്ദു വിരുദ്ധരാണ്, സനാതന ധർമ്മത്തിനെതിരെ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. സ്റ്റാലിൻ നിരീശ്വരവാദിയാണ്. പക്ഷേ മകൻ ഉദയനിധിയുടെ നമുക്കറിയാലോ സനാതന ധർമ്മത്തെ കുറിച്ചുള്ള പ്രസ്താവനയാക്കി. അതൊക്കെയാണ് ഈ സനാതന ധർമ്മമൊക്കെ അല്ല, അത് ആ ഒരു പ്രചരണമാണ് പറഞ്ഞതൊക്കെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെലവാകും എന്നുള്ളതല്ലാതെ അവിടെയൊന്നും വലുതായിട്ട് ചെലവാകൂല. അവിടെ ഈ സനാതന ധർമ്മത്തെ കുറിച്ച് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ കുറച്ച് പേർക്കൊക്കെ അത് ഇമ്പാക്ട് ഉണ്ടാക്കും. പക്ഷെ എങ്കിൽ പോലും അതൊന്നും ഈ പറയുന്ന ഒരു ദ്രവീഡിയൻ കൾച്ചറിനെ അങ്ങോട്ട് തകർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പിന്നെ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നു. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ആ പ്രശ്നമൊന്നുമില്ല. കേരളത്തിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ മിക്കവാറും കേന്ദ്ര ഗവൺമെന്റിന് 10 തൊട്ട് കൂടുതൽ കിട്ടും. കാരണം നമ്മുടെ ഇവിടെ മലയാളത്തിനോടൊന്നും നമുക്ക് വലിയ പ്രിയമൊന്നും ഇല്ല. മലയാളം പറയുന്നത് അത് മാത്രമല്ല കേന്ദ്ര വിദ്യാലയ സ്കൂളുകളിലൊന്നും മലയാളം ഇല്ല. അല്ല, അതാ പറയാം. ഇവിടെ മലയാളം ഇല്ലെങ്കിൽ പ്രശ്നമില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇംഗ്ലീഷ് പറയുന്നവനാണ് രാജാവ്. ഇംഗ്ലീഷ് പറഞ്ഞാൽ അവൻ ഗംഭീരനാണെന്നുള്ള ചിന്താഗതിയാണ് നമുക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യമാണ്. പക്ഷെ തമിഴിലും തെലുങ്കിലും ഒന്നും അങ്ങനെയല്ല. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ഭാഷയെക്കുറിച്ച് സംസ്കാരത്തെക്കുറിച്ചൊക്കെയുള്ള പ്രൈഡ് വളരെ കൂടുതലാണ്. അപ്പൊ അതൊക്കെ തകർക്കുക എന്ന് പറയുന്ന വലിയ ശ്രമകരമായിട്ടുള്ള ഒരു പണിയാണ് BJPയെ സംബന്ധിച്ചോളം. BJP പലപ്പോഴും 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ പോലും കഴിഞ്ഞിട്ടില്ല. അവർക്ക് അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ആളെ കിട്ടിയിട്ടില്ല. പഴയ IPS ഉദ്യോഗസ്ഥരായ അണ്ണാമലയെ വെച്ചുകൊണ്ട് അവരൊരു പരീക്ഷ നടത്തി വലിയ എഫേർട്ട് ഇട്ടു. പക്ഷെ ആ എഫേർട്ടിന് ഏതാണ്ട് 4-5% വോട്ടുകൾ മാത്രമാണ് കൂട്ടാൻ. ആ എഫേർട്ടിനനുസരിച്ചുള്ള ഒരു ഗുണമൊന്നും അവർക്ക് കിട്ടിയില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ അവിടെ സിനിമയും രാഷ്ട്രീയവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ അത് ഇപ്പൊ വിജയ് വരുമ്പോ സത്യത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകുമായിരുന്നു. വിജയിന് താൽക്കാലികമാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ, ഒരുപക്ഷെ. അല്ല, വിജയ് കമലഹാസനും വിജയകാന്തും രജനീകാന്തും ഒക്കെ ഒരു പരാജയപ്പെട്ടിട്ടുള്ള ഒരു മേഖലയിലേക്ക് രജനീകാന്ത് അങ്ങനെ ശ്രമിച്ചില്ല. കമലഹാസൻ പരാജയപ്പെട്ടു. കമലഹാസന്റെ 4% വോട്ടുകൾ പിടിച്ചിരുന്നു. വിജയകാന്ത് വേറെ കുറെ പിന്നെയും ഓക്കെ കുറെ കൂടി. രജനീകാന്ത് അതിന് ശ്രമിക്കാതിരുന്നത് പരാജയപ്പെടുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു സംഘടനാ മെഷീനറിയും സ്ട്രക്ചറും ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് എളുപ്പമല്ല. അത് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പൊ 1.5 ലക്ഷത്തോളം വരുന്ന രസികർ മണ്ഡലങ്ങളുണ്ട്. ഈ രസികർ മണ്ഡലങ്ങൾ ഇപ്പോഴും രസികർ മണ്ഡലങ്ങളായി നിൽക്കുകയാണ്. അപ്പൊ അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു വലിയ അഡ്വാൻറ്റേജ്. ഇപ്പൊ കരൂര് തന്നെ വലിയ അപകടം ഉണ്ടായി. അന്ന് എല്ലാവരും പറഞ്ഞു വിജയ് തകരുമെന്ന്. ഞാൻ അന്ന് തന്നെ വെടി ചെയ്ത ഒരാളാണ്. വിജയ് തകരില്ല, പകരം വിജയ് വലിയ തിരിച്ചുവരവുണ്ടാവുന്നു. എന്താ കാര്യം വെച്ചാൽ
ഗവൺമെന്റ് 10 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു, വിജയ് കൊണ്ടുപോയിട്ട് എല്ലാവർക്കും 20 ലക്ഷം രൂപ കൈവച്ചു കൊടുത്തു. മനസ്സിലായി? അപ്പൊ അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്സിനും വെൽഫെയർ പൊളിറ്റിക്സിനൊക്കെ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇത്തവണ പക്ഷേ പ്രധാനപ്പെട്ട കാര്യം AIADMKയും അതുപോലെ തന്നെ ഈ BJP തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്നു. BJP യുടെ ഒരുമിക്കുന്നത് കൊണ്ട് തന്നെ AIADMKക്ക് വലിയ പ്രശ്നങ്ങളുണ്ട്. കൂടാതെ തൊട്ടപ്പുറത്ത് വിജയ് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ വിജയ് ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യും. കുറെ കൂടി ഞാൻ പറയുന്നത് വളരെ സേഫ് സൈഡിലാണ് DMK.